ഹരി ഓം. കുട്ടികളെ, എല്ലാവരും കഥ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ദശരഥ മഹാരാജാവും പുത്രന്മാരും അവരുടെ ഭാര്യമാരും കൂടി ഉള്ള വിവാഹ ഘോഷയാത്ര മിഥിലയിൽ നിന്ന് പുറപ്പെട്ട് അയോധ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വഴിയിൽ എന്തൊക്കെയോ ചില ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ദശരഥൻ ഗുരുവായ വസിഷ്ഠനോട് ചോദിച്ചു, എന്താ ഗുരു ഇങ്ങനെയൊക്കെ ദുർനിമിത്തങ്ങൾ കാണുന്നത്? വസിഷ്ഠൻ പറഞ്ഞു, ഇപ്പൊ കുറച്ച് പേടിയുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, പിന്നെ അത് മംഗളമായി ഭവിക്കുകയും ചെയ്യും, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നാവെടുത്തില്ല, അപ്പോഴേക്ക് അതാ വരുന്നു ആര്? പരശുരാമൻ. ക്രുദ്ധനായി മഴുവും കയ്യിലേന്തി പാഞ്ഞെടുക്കുകയാണ് പരശുരാമൻ. ദശരഥൻ ഇത് കണ്ടതും പേടിച്ചു വിറച്ചു. പരശുരാമന്റെ മുമ്പിൽ ചെന്ന് പരശുരാമനെ നമസ്കരിച്ചു. എന്നിട്ട് സ്തുതിക്കാൻ തുടങ്ങി. എന്തൊക്കെയാ പറഞ്ഞത്? ജമദഗ്നിപുത്ര, രേണുകാത്മജ, ക്ഷത്രിയാന്തക എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങി. ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞു. ആരായി പരശുരാമൻ? പരശുരാമൻ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? 21 പ്രാവശ്യം ക്ഷത്രിയരെ വധിച്ച് ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ആളാണ് പരശുരാമൻ. രാജാക്കന്മാരെ കണ്ടാൽ പരശുരാമന് ദേഷ്യം വരും. ദശരഥൻ ഇങ്ങനെ നമസ്കരിക്കുന്നുണ്ടെന്നോ സ്തുതിക്കുന്നുണ്ടെന്നോ ഒന്നും കേൾക്കാതെ പരശുരാമൻ വളരെ ദേഷ്യത്തോടു കൂടി ശ്രീരാമന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ? ഈ 3 ലോകത്തിലും ഞാനല്ലാതെ വേറെ രാമനോ? ആരാത്? നീ ശൈവചാപം മുറിച്ചു എന്നൊക്കെ കേട്ടു. എൻ്റെ കയ്യിൽ ഒരു വൈഷ്ണവ ചാപമുണ്ട്. ക്ഷത്രിയ കുലത്തിൽ പിറന്ന ആളാണ് നീ എങ്കിൽ ഈ ശാപമെടുത്ത് എന്നോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കൊല്ലും. ഞാൻ ക്ഷത്രിയാന്തകനാണ് എന്ന് നിനക്കറിയാലോ. പരശുരാമന്റെ ഈ വാക്കുകൾ കേട്ട് ഭൂമി പോലും വിറച്ചു. സമുദ്രമൊക്കെ ഇളകി മറിഞ്ഞു. ദേവന്മാര് ഇപ്പൊ എന്താ ഉണ്ടാവുകയെന്ന് വിചാരിച്ചു. മുനിമാരും സംശയിച്ചുപോയി. ദശരഥനാവട്ടെ പേടിച്ച് വിറച്ച് മുട്ടുകളൊക്കെ കൂട്ടിയിടിക്കാൻ തുടങ്ങി. വസിഷ്ഠനും ദുഃഖമുണ്ടായി. ഈ സമയത്ത് ശ്രീരാമൻ ഒരു പേടിയും കൂടാതെ പരിഭ്രമമൊന്നുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഭാർഗവരാമന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങേപ്പോലുള്ള പ്രശസ്തരായ മഹാത്മാക്കളായ ആൾക്കാര് ഞങ്ങളെപ്പോലെ ഈ ചെറിയ ബാലന്മാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്നെ അവർക്ക് ആശ്രയമായിട്ടുള്ളത്? എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ, കുലധർമ്മം, അവരുടെ കുലത്തിന്റെ ധർമ്മം എങ്ങനെയാണ് അവർ പാലിക്കുക എന്ന് ചോദിച്ചു. അങ്ങ് വിചാരിച്ചാൽ പിന്നെ അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നറിയാം. ഞാനാണെങ്കിൽ ക്ഷത്രിയ കുലത്തിൽ പിറന്നൂന്നേ ഉള്ളൂ. ആയുധ അഭ്യാസത്തിലൊന്നും എനിക്ക് വേണ്ടത്ര സാമർഥ്യമില്ല. ശത്രു മിത്രം ഇങ്ങനെന്നുള്ള ഭാവമില്ല. ശത്രുക്കളെയൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുമില്ല. അങ്ങയുടെ തീരുമാനത്തെ ലംഘിക്കാൻ സാക്ഷാൽ ശ്രീപരമേശ്വരന് പോലും സാധിക്കില്ല. അതുകൊണ്ട് വില്ല് തരൂ. എനിക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ കുലയ്ക്കാം, അല്ലെങ്കിൽ എന്നോട് പരിഭവം തോന്നരുതേ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ മന്ദഹാസത്തോടെ പരശുരാമന്റെ കയ്യിൽ നിന്ന് വില്ലു വാങ്ങി ഒരു ചെറിയ ശരമെടുത്ത് വില്ലു കൊലച്ച് ശരം തൊടുത്ത് നിൽപ്പായി. ശ്രീരാമചന്ദ്രൻ നിൽക്കുന്നത് ആ തേജസ് 14 ലോകങ്ങൾ നിറഞ്ഞ തേജസ്സോടുകൂടിയാണ് ശ്രീരാമചന്ദ്രൻ വില്ലു കൊലച്ചു നിന്നത്. എന്നിട്ട് ഭൃഗുരാമനോട് ചോദിച്ചു, ലക്ഷ്യമേതാണ്?
ഞാൻ അമ്പ് തൊടുത്താൽ പിന്നെ അതിന് ലക്ഷ്യം വേണം, അതുകൊണ്ട് ലക്ഷ്യം കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട പരശുരാമൻ ക്രോധമെല്ലാം വെടിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തൊഴുതുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു, ഞാൻ ചക്രതീർത്ഥത്തിൽ കുറേ കാലം മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്തു. അപ്പോൾ എൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. നീ എൻ്റെ തേജസ്സോടു കൂടിയവനാണ് എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യണം, കാർത്തവീരാർജുനെ വധിക്കണം, 21 പ്രാവശ്യം ക്ഷത്രിയ വംശം ഇല്ലാതാക്കി ആ ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം എന്നെല്ലാം എന്നോട് അദ്ദേഹം പറഞ്ഞ് മഹാവിഷ്ണു എന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാൻ ത്രേതായുഗത്തിൽ ശ്രീരാമനായി ദശരഥപുത്രനായി അവതരിക്കും. അപ്പോൾ നിന്നിലുള്ള എൻ്റെ തേജസ് ശ്രീരാമനെങ്കിലാക്കി നീ വീണ്ടും തപസ്സനുഷ്ഠിക്കാനായി പൊക്കോളൂ എന്ന് പറഞ്ഞ് മഹാവിഷ്ണു പറഞ്ഞു. അന്നു മുതൽ ഞാൻ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എന്നിലുള്ള വൈഷ്ണവ തേജസ് അങ്ങയിലേക്ക് സമർപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ വില്ല് അങ്ങേക്ക് തന്നത്. അങ്ങയുടെ ഈ രൂപം കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ധന്യനായി, എനിക്ക് വളരെ സന്തോഷമായി, ഞാൻ കൃതാർത്ഥനായി. എപ്പോഴും ഈ രൂപം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പരശുരാമൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സു ചെയ്യാനായി പോയി. ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞ് സന്തുഷ്ടനായ ദശരഥൻ അപ്പോഴേക്കും സന്തോഷമായി. പരശുരാമൻ വന്ന് വളരെയധികം പരശുരാമൻ്റെ പരാക്രമങ്ങളൊക്കെ കണ്ട് പേടിച്ച് ഇരിക്കുകയായിരുന്നില്ല ദശരഥൻ. അപ്പോൾ ശ്രീരാമൻ പരശുരാമനെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചത് കണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ദശരഥൻ ശ്രീരാമനെ ആലിംഗനം ചെയ്തു. അങ്ങനെ അവർ വീണ്ടും എല്ലാവരും കൂടി അയോധ്യയിലേക്ക് യാത്രയായി. ശ്രീരാമനും സഹോദരന്മാരും ഭാര്യമാരോടും മാതാപിതാക്കളോടുമൊപ്പം കീർത്തിയൊക്കെ വർദ്ധിപ്പിച്ച് അയോധ്യയിൽ അങ്ങനെ സുഖമായി വാണു.